നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം. 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 16. അധിക വിശാലമൊരു പ്രദേശം, ഒന്നായി നദി പെരുകുന്നതുപോലെ വന്നു നാദം ശ്രുതികളിൽ വീണ് തുറക്കുമക്ഷിയെന്നും യഥമിയലും യതിവരീയനായിടേണം. അധികം പേരുടെയും ജീവിതം വിശാലമായ മരുഭൂമി പോലെയാണ്. അഭികാമ്യമായ മൂല്യങ്ങളൊന്നും വളർത്തിയെടുക്കാൻ കഴിയാതെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. എവിടെ തിരിഞ്ഞു നോക്കിയാലും ശൂന്യത. മരുഭൂമിയിൽ നടക്കുന്ന ഒരുവൻ ദാഹിച്ചു വലയുമ്പോൾ മരീചി കണ്ടിട്ട്, ഇതാ തണ്ണീർ പൊയ്ക, അവിടെ പോയി ദാഹം തീർക്കാം എന്നു കരുതി ഓടിച്ചെല്ലുമ്പോൾ അവിടെ വെറും മണലല്ലാതെ ഒന്നും കാണുന്നില്ല. പിന്നെയും ദൂരത്ത് മോഹിപ്പിക്കുന്ന ജലാശയമുള്ളതുപോലെ തന്നെ തോന്നും. അങ്ങനെ എന്നും വ്യാമോഹത്തിൽ മാത്രം ജീവിക്കുവാൻ ഇടവരുന്ന ഒരുവൻ തന്നെ വഞ്ചിക്കുന്നതായ ബാഹ്യ ദൃശ്യങ്ങളിൽ നിന്ന് ദൃക്കിനെ ഉള്ളിലേക്ക് തിരിച്ച് കാതുകൊണ്ട് കേൾക്കാവുന്നതിൽ അത്യുത്തമമായ ശ്രുതിവാക്യം, അറിവിൻ്റെ നിറകുടമായ ഒരു ഗുരുവരനിൽ നിന്നും കേൾക്കുവാൻ ഇടയാകുന്നു എന്നിരിക്കട്ടെ. ആ മഹാഭാഗ്യം സിദ്ധിക്കുന്ന പക്ഷം മരുഭൂമിക്ക് സമാനമായ അന്വേഷകന്റെ ജീവിതം മലർവാടിയായി മാറും എന്നുള്ളതിന് സന്ദേഹമില്ല. എന്തായിരിക്കും പൂജനീയനായ ഗുരു കാരുണ്യപൂർവം ഉപദേശിച്ചു കൊടുക്കുന്ന ശ്രുതിവാക്യം? ഇവിടെ കാണപ്പെടുന്നതായ സകലതിനെയും അറിയപ്പെടാവുന്ന എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതായ യാതൊന്നുണ്ടോ, അത് നീ തന്നെയാകുന്നു. ഇവിടെ കാണപ്പെടുന്നതായ സകലതിനെയും അറിയപ്പെടാവുന്ന എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതായ യാതൊന്നുണ്ടോ, അത് നീ തന്നെയാകുന്നു എന്നാണ് ഗുരു പറഞ്ഞു കൊടുക്കുന്നത്. ഇത് തത്വമസി എന്ന മഹാവാക്യമാണ്. ഉപനിഷത്ത് രഹസ്യമായ ഈ മഹാവാക്യത്തെ മനനം ചെയ്യുന്നവൻ തൻ്റെ ഉള്ളിൽ തന്നെ മുറിയാതെ കേട്ടുകൊണ്ടിരിക്കുന്ന അനാഹതത്തിൻ്റെ ധാരാവാഹിയായ നാദം സർവത്ര പെരുകി എല്ലാറ്റിനെയും അതിൻ്റെ ആനന്ദ നിർഝരിയിൽ ആഴ്ത്തിക്കളയുന്നതായി കാണുന്നു. ഉലകരുറങ്ങിയും ഉണർന്നും ചിന്ത ചെയ്തും കഴിയുമ്പോഴെല്ലാം യാതൊരു വിളക്കാണോ അകമേ ഉൽപ്പത്തിയും നാശവുമില്ലാതെ എല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതായി നേരത്തെ പറഞ്ഞത്, അത് നമ്മിൽ തന്നെ ഇരിക്കുമ്പോഴും നമ്മിൽ നിന്നും അതിനെ മറയ്ക്കുന്ന ഒരു മറവുണ്ട്. ഈ ശ്രുതിവാക്യത്തിൻ്റെ മനനം കൊണ്ട് ആ മറവ് നിശേഷം മാറിപ്പോകുന്നു. യാതൊരു പ്രജ്ഞാനത്തിലാണോ ഈ സമസ്ത പ്രപഞ്ചവും ഉള്ളതായി തോന്നുന്നത്, അതുതന്നെയാണ് സച്ചിദാനന്ദ പരമാത്മാവായ ബ്രഹ്മം എന്ന വിവേകം ഉണ്ടാകുന്നു. യാതൊരു ആത്മാവാണോ അന്തർജ്യോതിസായി സദാ ഭാസിക്കുന്നത്, ആ അറിവ് തന്നെയാണ് എല്ലാം എന്നറിയുന്നു. അതുവരെ കേവലം മരുഭൂമിയായി അനുഭവപ്പെട്ട ലോകം തന്നെ അനന്തമായ മൂല്യങ്ങളുടെ രത്നഗർഭയായ ജലനിധിയായി മാറുന്നു. യാതൊരു അപൂർവമായ ഏകത്വ ബുദ്ധിയാണോ ബാഹ്യവേഷം കൊണ്ട് മാത്രം യതിയായിരിക്കുന്നവന് അലഭ്യമായി അയാളെ നിരാശയിലാഴ്ത്തുന്നത്, യാതൊരു മൂല്യത്തിൻ്റെ അഭാവമാണോ അയാളുടെ പ്രവൃത്തികളെയെല്ലാം നിഷ്പ്രയോജനമാക്കുന്നത്, അനുഗൃഹീതമായ ആ അറിവും ആ മൂല്യവും യഥചിത്താത്മാവായ ഒരു യതിവര്യന്
സുലഭമായിരിക്കും. ശ്രോത്രിയനും അകാമഹതനുമായ ആ യതിയുടെ ആനന്ദം അനുപമമാണ്. പൂർണ്ണപ്രജ്ഞനായ ഒരു യതിക്ക് സംസാര സാഗരം തന്നെ സീമയില്ലാത്ത കാരുണ്യക്കടലായി മാറുന്നു. നേരത്തെ നിരർത്ഥകമായി കാണപ്പെട്ട ഓരോ മണൽത്തരിയും ജ്ഞാനോദയത്തിന് ശേഷം അനർഘമായ മുത്തുകളായി മാറിപ്പോയിരിക്കുന്നു. എങ്ങും ആനന്ദം തിരതല്ലുന്നു. ഗുരുവിൻ്റെ പാദാന്തികത്തിൽ ഇരുന്ന് കേൾക്കുവാൻ കഴിയുന്ന ശ്രവണത്തിന് തുല്യമായി അകക്കണ്ണ് തുറന്നു കിട്ടുവാൻ വേറെ ഏതൊരു ഉപായമാണ് മനുഷ്യനുള്ളത്? ഇതോർത്ത് ശങ്കര ഭഗവത്പാദർ പോലും തൻ്റെ ഗൗഡപാദകാരികാ ഭാഷ്യത്തിൽ കോരിത്തരിച്ചു പോകുന്നു.